ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ എമ്പുരാൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഞാനിന്ന് അറിയാൻ സാധിച്ചത്. കാരണം വേറെ നല്ല ഇത് ഞാനൊരു റൂമേഴ്സ് ആയിരിക്കുമെന്ന് കരുതിയ ഒരു കാര്യമാണ്. കാരണം ആദ്യം ഇതിലെനിക്ക് അത്രയ്ക്ക് ഒരു ന്യൂസിലൊരു വിശ്വാസം ഇല്ലായിരുന്നു. കാരണം നമുക്ക് പെട്ടെന്നൊരു മലയാളി ഓഡിയൻസ് എന്നുള്ള നിലയിൽ ഒരു മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അത് ഇതിനു മുമ്പും അന്യഭാഷാ ചിത്രങ്ങളിലെ ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ഇവിടെ നമുക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ എങ്കിലും അത് ഇത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു വെബ് സീരീസിൽ നിന്ന് ഇങ്ങനൊരു ക്യാരക്ടർ, ഒരു ആക്ടർ, ഇങ്ങനെ ഒരു നടൻ ഇങ്ങനെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നൊരു ഫിലിമിൽ ഇത്രയും വലിയൊരു റോൾ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് എ ഫാക്ട് ടു ബി പ്രൗഡ് ഓഫ് ആസ് എ മലയാളി ഓഡിയൻസ്. So I am waiting. I am really waiting for the release date of Emburan. I cannot wait that long. I am putting much expectation into that movie, for that movie. ഇനി മൂവി അത്രത്തോളം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഹൈപ്പിനകത്ത് ഉയർന്നില്ലെങ്കിൽ പോലും, ഇനി അതൊരു ആവറേജ് മൂവി ആണെങ്കിൽ പോലും ഇദ്ദേഹത്തെ അതിൽ കാണാൻ പറ്റുമല്ലോ എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ അത്രയ്ക്ക് വെയിറ്റിങ്ങിലാണത്. മൂവി ആവറേജ് ആയിക്കോട്ടെ, പക്ഷേ അത് എൻ്റെ ഒരു നമ്മുടെ ഈ ഒരു ഫേവറേറ്റ് വെബ് സീരീസിൽ നിന്ന് ഇങ്ങനൊരു ആക്ടർ വന്നാൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണത്. ഗെയിം ഓഫ് ത്രോൺസിൽ ഇദ്ദേഹം ചെയ്തൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മോർ ലൈക്ക് ആൻ ആൻറ്റഗോണിസ്റ്റാണ്, ഒരു വില്ലൻ ടൈപ്പ് ഒരു കഥാപാത്രമാണ്. എന്നാൽ തൻ്റെ ലാഭത്തിന് വേണ്ടി ഏതൊരു മാറ്റം വരെ പോകുന്ന ഒരാളാണ്. അതായത് നായകനുമല്ല വില്ലനുമല്ല, രണ്ടിൻ്റെയും ഒരു സ്പെക്ട്രത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. ഗെയിം ഓഫ് ത്രോൺസ് നമ്മുടെ ഉടനീളം എടുത്തു നോക്കിയാൽ തന്നെയും നമുക്ക് കംപ്ലീറ്റ് ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ കുറച്ചേ കാണാൻ കഴിയുള്ളൂ. കംപ്ലീറ്റ് വൈറ്റ് ഷെയ്ഡുള്ള ആയാലും അത് ഗ്രേ ഷെയ്ഡുള്ള കോംപ്ലക്സ് കഥാപാത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഒരു ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്നത്, ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീരീസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് ആയിരിക്കും അതെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ദർ വാസ് എൻറ്റയർലി ഡിഫറൻസ് ആകുകയായിരുന്നു. അതുപോലൊരു സീരീസ് പിന്നീട് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ബ്രേക്കിംഗ് ബാഡ് ഉണ്ട്, പക്ഷേ ഗെയിം ഓഫ് ത്രോൺസ് അതിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ വേറെയാണ്. രണ്ട് സീരീസും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബോത്ത് ആർ എൻറ്റയർലി ഡിഫറൻറ്റ് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും എമ്പുരാൻ്റെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം ഈ വരുന്ന മാർച്ച് 27 അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ആക്ടർ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടായി. ഇത് ഫസ്റ്റ് ലൂസിഫർ പോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വേൾഡ് ബിൽഡിങ്ങാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും സങ്കീർണമായ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇദ്ദേഹം വന്ന് അഭിനയിച്ചതിൽ ഒരുപാട്, അതായത് ഇദ്ദേഹം ബോറിസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ഇദ്ദേഹം തന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടു. ആശീർവാദ് സിനിമാസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് എന്താ പറയുക, ഞാൻ അത്രത്തോളം ഹാപ്പിയായി. കാരണം വളരെ വലിയ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ മോളിവുഡിൻ്റെ ഗ്രാഫ് വളരെ വലിയൊരു രീതിയിൽ ടോപ്പിലേക്ക് ഉയരാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു ഫിലിം നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കോ എങ്ങനെയാണ് ഒരുപക്ഷെ മാർക്കോയെക്കാളും ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു കാലിബറുള്ള ഒരു ഫിലിമായിട്ട് ഇത് മാറാൻ ചാൻസ് ഉള്ളത്. പൃഥ്വിരാജ് സുകുമാരനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്.